പാലക്കാട് രാഹുൽ അല്ലെങ്കിൽ പിന്നെ ആര്? മാങ്കുട്ടത്തെ വെട്ടാൻ പിഷാരടിയോ? അണിയറയിൽ സജീവമായി ചില കോമഡി നീക്കങ്ങൾ. നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിൽ അധികാരമോഹവും അണിയറ നീക്കങ്ങളും ഇപ്പോൾ മുറുകുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പല കോൺഗ്രസ് നേതാക്കളും. ഇപ്പോൾ തന്നെ മന്ത്രിസ്ഥാനം സ്വപ്നം കണ്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ എം പിമാരായി. അതായത് കഷ്ടപ്പെട്ട് എം പി സ്ഥാനം നേടിയെടുത്ത പലരും ഇപ്പോൾ എം പി സ്ഥാനം രാജിവെച്ച് സംസ്ഥാനത്തൊരു മന്ത്രിയാകണം എന്ന ആഗ്രഹത്തിലാണ് എന്നുള്ളതാണ് സത്യം. ഇതിൽ പ്രമുഖനാണ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ. എന്നാൽ പാലക്കാട് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ UDF ക്യാമ്പിനെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ഉലയ്ക്കുകയാണ്. വി ഡി സതീശൻ നയിച്ച ജാഥയുടെ തുടക്കം മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തെ അനുനയിപ്പിക്കാനുള്ള ദൂതനായി മാറിയത് സ്വന്തം രാഷ്ട്രീയ ലാഭം മുൻനിർത്തിയാണെന്നതാണ് സൂചന. രാഹുലിനെ പിണറായി വിജയനെതിരെ മത്സരിപ്പിക്കാമെന്ന ഓഫർ മുന്നോട്ട് വെച്ച് പാലക്കാട് സീറ്റ് തനിക്ക് സുരക്ഷിതമാക്കാമെന്ന ശ്രീകണ്ഠൻ്റെ കണക്കുകൂട്ടലുകൾക്ക് പക്ഷേ രാഹുലിൻ്റെ ചോദ്യങ്ങൾ ഉത്തരമുണ്ടാകാതെ തകരുകയായിരുന്നു. എന്നെ പുറത്താക്കാൻ സ്വന്തം പാർട്ടിക്കാർ എന്തിനായിരുന്നു ഇത്ര ആവേശം കാണിച്ചത് എന്ന രാഹുലിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ ഈ ദൂതനായി എത്തിയ ശ്രീകണ്ഠന് കഴിഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തെ വെട്ടാൻ നേതൃത്വം കാണിക്കുന്ന പുതിയ വഴിയാണ് രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം. പിഷാരടി എത്തുമ്പോൾ കോമഡി താരങ്ങളുടെ ഒരു വൻനിര തന്നെ പ്രചരണത്തിനായി പാലക്കാട്ടേക്ക് ഒഴുകിയെത്തും. ചിരി പടർത്തിയും തമാശകൾ പറഞ്ഞും രാഹുൽ മാങ്കൂട്ടത്തെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാലക്കാട്ടുകാരുടെ വികാരം മാറ്റിയെടുക്കാൻ പിഷാരടിക്ക് കഴിയുമോ എന്നത് കണ്ടു തന്നെ അറിയണം. എന്നാൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ഈ തർക്കം മുതലെടുത്ത് BJP സീറ്റ് കൊണ്ടുപോകുമോ എന്ന ഭയം UDF അണികളിൽ ശക്തമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് നേതൃത്വം കാണിച്ച അവഗണനയിൽ കോൺഗ്രസ് അണികൾക്ക് കടുത്ത രോഷത്തിലാണ്. ഈ രാഹുലിനെ ഒതുക്കാൻ ശ്രമിക്കുന്ന നേതാക്കളെ തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കാൻ പോലും ഇപ്പോൾ ഒരു വിഭാഗം അണികൾ ഇപ്പോൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ UDFൻ്റെ ഈ ഉൾപ്പോര് എത്രത്തോളം അപകടകരമാണ് എന്ന് വ്യക്തമാകും. 2024 രാഹുൽ നേടിയ 18,000-ന് മുകളിലുള്ള ഭൂരിപക്ഷം അത് തകർക്കാൻ കോൺഗ്രസിനുള്ളിലെ തന്നെ ഈ ചതുരംഗക്കളി കാരണമാകുമോ എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടി വരും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളെ വെല്ലുന്ന രീതിയിലുള്ള ദൂതന്മാരെ അയച്ചാണ് രാഹുലിനെ അനുനയിപ്പിക്കാൻ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ആർക്ക് സീറ്റ് നൽകും എന്നുള്ളതാണ്. വി കെ ശ്രീകണ്ഠനാണോ, പിഷാരടിയാണോ, അതോ സന്ദീപ് വാര്യരാണോ, അതോ പാലക്കാടുകാരെ അറിയുന്ന പാലക്കാടുകാരുടെ ആരെങ്കിലും ആയിരിക്കുമോ, പാലക്കാട് തന്നെ ജനിച്ചു വളർന്ന ആരെങ്കിലും ആയിരിക്കുമോ പാലക്കാട് ഗോതയിലേക്ക് ഇറങ്ങാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് കേരളീയം ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.